ഇത് കുടിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദന പമ്പ കിടക്കും. കുറുക്കന്റെ വാക്ക് കേട്ട് കഷായം ഒറ്റയിരിപ്പിന് കരടി കുടിച്ചു തീർത്തു. ഇനി കരടിച്ചേട്ടൻ പോയിക്കോളൂ. വേദന കുറവില്ലെങ്കിൽ നാളെ ഒരു കൂടെ തേനുമായി വരണം. കരടി പോയ സമയം തന്നെ വാതിലടിച്ച് കരടി കൊണ്ടുവന്ന തേൻ മുഴുവൻ കുറുക്കൻ അർത്തിയോടെ കുടിച്ചു തീർത്തു. ഇതേ സമയം കഷായത്തിന്റെ കയ്പ് മാറ്റാൻ തേൻ കുടിക്കുകയാണ് കരടി. ഇത് കണ്ട് ചിണ്ടുകുരങ്ങൻ അങ്ങോട്ട് ചെന്നു. എന്താ കരടി ചേട്ടാ തേൻ ഇങ്ങനെ കുടിക്കണേ? ഹോ ചിണ്ടു, ഒന്നും പറയണ്ട. മുട്ടുവേദന മാറാൻ വേണ്ടി ആ കുറുക്കൻ വൈദ്യര് പോയി കണ്ടിരുന്നു. മൂപ്പരൊരു കഷായം തന്നു. എന്താ ഒരു കയ്പ്! ഇപ്പോഴും ആ കയ്പ് അങ്ങോട്ട് മാറണില്ല. തേനൊക്കെ ചേർത്തുണ്ടാക്കിയ കഷായ, എന്നാലും വല്ലാത്തൊരു കയ്പാണ്. ഇനിയിപ്പോ മുട്ടുവേദന മാറിയില്ലെങ്കിൽ നാളെയും തേനും കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കയ്പ് ആലോചിച്ച പോവാനും തോന്നണില്ല. ആ, മുട്ടുവേദന മാറാൻ ഇതൊക്കെ കുടിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? കരടി പറഞ്ഞതെല്ലാം കേട്ട ശേഷം കുരങ്ങൻ പറഞ്ഞു. കാട്ടിലെ മൃഗങ്ങൾ എല്ലാരും പറയുന്നുണ്ട് കുറുക്കൻ വൈദ്യരെ മരുന്ന് കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണെന്ന്. ആരുടെയും അസുഖം പെട്ടെന്ന് ഭേദമാകുന്നുമില്ല. ഇതിൽ എന്തോ പന്തികേടുണ്ട്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, അയാളെ കണ്ടാലേ ഒരു തരികിട ലുക്കാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കരടി ചേട്ടൻ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ശരി. നാളെ തേനുമായി കരടിച്ചേട്ടൻ വൈദ്യരെ പോയി കാണണം. എന്നിട്ട് മുട്ടുവേദന കുറവില്ലെന്ന് പറയണം. അപ്പോൾ അയാൾ തേൻ വാങ്ങി മരുന്നുണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങൾ ജനാല വഴി നോക്കിയാ മതി എങ്ങനെയാ മരുന്നുണ്ടാക്കുന്നതെന്ന്. അത് നല്ല ഐഡിയ ആണ്. ഞാൻ അങ്ങനെ ചെയ്യാം. പിറ്റേ ദിവസം കരടി ഒരു കുടം തേനുമായി കുറുക്കൻ വൈദ്യരുടെ അടുത്തെത്തി. വൈദ്യരെ, എന്റെ മുട്ടുവേദനക്ക് ഒരു കുറവുമില്ല. ഇതാ, ഞാൻ വീണ്ടും തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അത് പേടിക്കേണ്ട കാര്യമില്ല. 1-2 ആഴ്ച കഴിഞ്ഞിട്ടേ മരുന്നിന്റെ റിസൾട്ട് കാണൂ. അതുവരെ ഞാൻ പറയുന്ന പോലെ മരുന്ന് കുടിച്ചാ മതി. പെട്ടെന്ന് മാറിക്കൊള്ളൂ. താൻ ഇവിടെ ഇരിക്കൂ, ഞാൻ മരുന്നുണ്ടാക്കിയിട്ട് വരാം. കുറുക്കൻ തേനും കൊണ്ട് മരുന്നുണ്ടാക്കാൻ അകത്തു കയറി. ഈ സമയം കരടി ജനാല വഴി അകത്തേക്ക് നോക്കി. അപ്പോഴേതാ കള്ളക്കുറുക്കൻ തേൻ മുഴുവനും കുടിക്കുന്നു. എന്നിട്ട് കാഞ്ഞിരത്തിന്റെ കയ്പുള്ള ഇരകൾ ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കുന്നു. കരടിക്ക് ഇതെല്ലാം കണ്ട് നല്ല ദേഷ്യം വന്നു. അവൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി. കുറുക്കൻ മരുന്നുമായി വന്നപ്പോൾ മുറ്റം നിറയെ കാട്ടിലെ എല്ലാവരുമുണ്ട്. കുറുക്കൻ തന്റെ പണി പാലിയോന്ന് ആലോചിച്ചൊന്ന് ഇളിച്ചു നിന്നു. കരടി എല്ലാവരോടും താൻ കണ്ടത് പറഞ്ഞു. എല്ലാവരും കുറുക്കന് നേരെ തിരിഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുറുക്കനെ ആനച്ചേട്ടൻ പൊക്കിയെടുത്തു. എന്നിട്ട് ഉണ്ടാക്കി വന്ന കഷായം മുഴുവന് കുറുക്കനെ കൊണ്ട് കുടിപ്പിച്ചു. കള്ളക്കുറുക്കന്റെ തട്ടിപ്പ് മനസ്സിലാക്കി തന്ന കുരങ്ങനോട് എല്ലാവരും നന്ദി പറഞ്ഞു. ഇത്രയും നാളെല്ലാവരെയും പറ്റിച്ചതിന് ക്ഷമ ചോദിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് സത്യം ചെയ്ത് കുറുക്കൻ അവിടുന്ന് പോയി.